കാഴ്ച നിങ്ങളെ ഇങ്ങോട്ടൊക്കെ ജോലിക്ക് വരാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാലറിയുടെ കാര്യം ഒന്ന് കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ടുവരുന്നവരോടോ അല്ലെങ്കിൽ ഏജൻസിയോടോ ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. ചില ആളുകൾക്ക് പണി കിട്ടി നമ്മളൊക്കെ കൊണ്ടുവരുന്നതായാലും നമ്മളോട് വഴക്ക് പിടിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ 2 രീതിയിലാണ് സാലറി തരുന്നത്. ഒന്ന് ഗ്രോസ് സാലറി എന്നും പറയും, 2 നെറ്റ് സാലറി എന്നും പറയും. ഈ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റിൽ നിങ്ങൾക്ക് ഇത്ര രൂപ സാലറി എന്ന് കാണും. അതിനകത്തൊരു പ്രശ്നമുണ്ട്. അതിനകത്ത് ചിലപ്പോൾ അക്കോമഡേഷൻ്റെ പൈസ പേയ്മെൻറ്റ് കട്ട് ചെയ്യും, ചിലപ്പോൾ ഫുഡ് തരുന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ കട്ട് ചെയ്യും. ഇനി ഇൻ കേസ് നിങ്ങൾ കമ്പനിയിലോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ട്രാവൽ അതായത് വണ്ടി എന്തെങ്കിലും അറേഞ്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പൈസയും കട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ പേപ്പറിലുള്ള സാലറി നിങ്ങൾക്ക് കയ്യിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങളുടെ വർക്ക് പെർമിറ്റ് കൊണ്ടായിരുന്ന പൈസ നിങ്ങൾക്ക് കിട്ടിയില്ല, ഇതെല്ലാം നിങ്ങൾ അടിച്ചു മാറ്റുമല്ലോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല. അതിനകത്ത് നെറ്റ് സാലറിയും ഗ്രോസ് സാലറിയും 2 സാലറിയാണ്. നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറി അത് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നെറ്റ് സാലറി എത്രയാണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ടൊക്കെ കയറാനായിട്ട്. അല്ലെങ്കിൽ കൊണ്ടുവരുന്നവരെയും അല്ലെങ്കിൽ കൊണ്ടുവരാൻ നിൽക്കുന്നവരെയൊക്കെ ചുമ്മാ അവരോട്ടൊന്നും വഴക്ക് പിടിക്കേണ്ടി വരും. ഇത്ര സാധനം നിങ്ങളുടെ കൈ കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യത്തിലോട്ട് ഇറങ്ങി പുറപ്പെടും. ഓക്കെ, ബൈ ബൈ. ചെറിയ എനിക്കറിയാവുന്ന ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരും. ബൈ ബൈ, സി യു.